Good morning, Shashidharan from retired Sydney Boys. ഇന്ന് ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കുന്നത് ഒരു സ്വാമിജീനെ പറ്റിയിട്ടാണ്. സ്വാമിജീൻ്റെ പേര് ബാലകൃഷ്ണൻ സ്വാമി. മൂപ്പരുടെ പേരാമ്പ്ര സൈഡിലൂടെ പോയി കാലിക്കറ്റിൻ്റെ വടകരേൻ്റെയും ഒരു ആംഗിളിൽ ആണ് സംഭവം. അയാളുടെ വീടും സ്വാമിജീൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ സ്വാമിയാണ്. വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല. എനിക്ക് 4-5 വർഷമായിട്ട് അറിയാം സ്വാമിനെ. ഞാനിത് 5ാമത്തെ തവണയാണെന്ന് തോന്നുന്നു അവിടെ പോയിരിക്കുന്നത്. ഈ പ്രാവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വാമിയുടെ ഒരു വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വ്ളോഗിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വല്ലതുമൊക്കെ ടൈം പാസിന് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ പ്രാവശ്യം ഒരു സ്വാമിയുടെ വ്ളോഗ് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പം പുള്ളി വളരെ വെൽക്കമിങ് ആണ് ആസ് യൂഷ്വൽ. പിന്നെ മലയാളത്തിൽ മാത്രമേ പറയുള്ളൂ. നമ്മളെ ഫോർകാസ്റ്റും കാര്യമൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം കണ്ട ഉടനെ ഞാൻ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്യാമറ ഒരു ട്രൈപോഡിൽ വെച്ചിട്ട് പുള്ളീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ പുള്ളി പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തു, പല കാര്യങ്ങളും. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നത് എൻ്റെ ക്ലോസ് ഒരു ഫ്രണ്ട് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും കൃഷ്ണകുമാറും ഞാനുമാണ് പോവാറ്. എന്നുവെച്ചാൽ കൃഷ്ണകുമാറിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഈ സ്വാമിജി. അപ്പോൾ ഈ പ്രാവശ്യം സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വലിയ അതിശയകരമായ സംഭവമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ വെച്ച ക്യാമറ പുള്ളിയെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റീൽ പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന്, അതേ ഫോണിൽ നിന്ന് കൃഷ്ണകുമാറിൻ്റെ ഫോണിലോട്ട് ഒരു കോൾ ഞാൻ ചെയ്യുന്ന മാതിരി. അപ്പോൾ കൃഷ്ണകുമാർ എടുത്തുകൊണ്ട് പറയുകയാണ്, ശശിയേട്ടാ നിങ്ങളുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഫോൺ അവിടെ എൻഗേജ് ആണല്ലോ, കോൾ എങ്ങനെയാണ് വരിക? അതിന് പുള്ളി അത് ഓഫ് ചെയ്യാൻ നോക്കി, ഓഫായില്ല. കുറേ ശ്രമിച്ചു, പിന്നെ അങ്ങനെ ഓഫായി. പിന്നെ സെക്കൻഡ് ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വാമി പറയുന്നതൊക്കെ പല സ്ഥലങ്ങളിലും സ്വാമി ആൾക്കാർ കാണുന്നു. അതായത് മൾട്ടി വിഷൻ മാതിരി ഇങ്ങനെ 2 പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഇരിക്കുന്ന സ്വാമിനെ വേറെടുത്തും കാണാം, അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞു, ഞാൻ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടൊന്ന് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വാമിയുടെ 2 രൂപം, ഒന്ന് ഇരുന്നിട്ട് ഒന്ന് എന്നോട് സംസാരിക്കുന്ന രൂപമാണ് കാണുന്നത്. ഇതൊരു എബ്നോമിനൽ ഫിനോമിനൻ ആണല്ലോ. എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ മൾട്ടി വിഷനായിട്ട് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉടനെ അതിൻ്റെ ഒരു സ്ക്രീൻ പ്രസ് ചെയ്തു, സ്ക്രീൻ കോപ്പി എടുത്തു. അത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കും. പിന്നെ ഈ ഇന്നലെ വീണ്ടും പ്ലേ ചെയ്തപ്പോൾ ഈ ലോങ് വീഡിയോൻ്റെ ഇടയിൽ എവിടെയോ മൂപ്പരുടെ പൊസിഷൻ മാറി വരുന്നതായിട്ടും ഞാൻ കണ്ടു. ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് iPhone 15 Pro Max ആണ്. എനിക്കിതിൽ വലിയ സർക്കസ് ഒന്നും അറിയില്ല. ഞാനതിൽ അധികം ഒന്നും ചെക്ക് ചെയ്യാറില്ല. എനിക്ക് ആണെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്യാനും വലിയ പിടിപാടൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്തതല്ല. ഇതൊരു സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് എൻഡ് വരെ വാച്ച് ചെയ്യാം. എന്നിട്ട് വല്ലവർക്കും സജഷൻ ചെയ്യാൻ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ. എന്നുവെച്ചാൽ ദിസ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറിലി തോന്നുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് യൂഷ്വൽ. ഇറ്റ് ഈസ് നോട്ട് യൂഷ്വൽ ഫോർ എനി വൺ ടു ജസ്റ്റ് ഡു ദിസ്. ഓർ സ്വാമിയോട് കൃഷ്ണകുമാർ ഈ ഫോട്ടോ ഈ ഞാൻ ക്യാപ്ചർ ചെയ്ത ഷോട്ട് അയച്ചു കൊടുത്തു. സ്വാമി പറയാൻ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പലതും കേൾക്കുന്നു. പക്ഷേ എനിക്കൊന്നും അറിയില്ല എന്താ സംഭവിച്ചത്, പുള്ളിക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് വരെ കണ്ടിട്ട് പ്ലീസ് കോൾ മീ ഓർ സജസ്റ്റ് വാട്ട് ഈസ് യുവർ ഫീലിംഗ് അബൌട്ട് ഇറ്റ്. ഓൾ ഗുഡ്, താങ്ക് യു, എൻജോയ്, ചിയേഴ്സ്. ഒരു ആശ്രമത്തിൽ നിന്ന് 4-5 ശിഷ്യന്മാരും പിന്നെ ഒരു സ്വാമിയും വരുന്നു. ഇവിടെ വരുന്നു സ്വാമിമാർക്ക്, ഇവർക്ക് ശിഷ്യന്മാർക്ക് ഒരു പുച്ഛം ഇത് കണ്ടിട്ട്, ഈ പൊളിഞ്ഞ സ്ഥലം കണ്ടിട്ട് സ്വാമിക്ക് മനസ്സിലായി ഇത് അല്പക്കാലമല്ല അവിടെ ഉള്ളതെന്ന്. നമ്മൾ ഇപ്പോൾ പൊക്കിയൊന്നും പറയില്ലല്ലോ, എന്താ നമ്മൾ അങ്ങനത്തെ പഠിച്ചിട്ടില്ലല്ലോ.
അയാൾക്ക് അറിയാം സമയം തന്നെ. മറ്റവർക്കൊരു നിസ്സാരമായിട്ട് ആശ്രമവും വലിയ അമ്പലങ്ങളും പലർക്ക് ഗംഭീരമുള്ള നടത്തുന്ന ആളുകളാണ്. അവർക്ക് ഇത് വളരെ ചീപ്പായിട്ട് തോന്നിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് ഒരു പാഠം കൊടുക്കണം മനസ്സിൽ. ഇവർ അത്രയും പ്രഗത്ഭന്മാരാണ് ധാരണയുണ്ട്, ഇവർക്ക് സ്ക്രൂ കൊടുക്കണം തോന്നി. ഞാൻ ഒരു വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ മരുന്ന് കണ്ടിട്ടുണ്ട്, ഒരു തൈലം. ഈ തൈലം കൊണ്ടുവന്ന് സംസാരിക്കണ്ടല്ലോ, ഒരു സ്വന്തം കാണിച്ചു കൊടുത്തേ. ഗുരുവിൻ്റെ അടുത്ത് ഞാൻ കുപ്പിയിലെ മരുന്ന് കൊടുത്ത് കഴിപ്പിച്ചു വന്നു. കണ്ണടിക്കാൻ പറഞ്ഞു, തലയിൽ ലേശം വെച്ച്. മറ്റേ ശിഷ്യന്മാരെടുത്ത് തലയിൽ ലേശം വെച്ച് കൊടുത്തു. അവർ എന്തെന്നില്ല പരമാനന്ദത്തിൽ എന്തെന്നില്ലാതെ പരമാനന്ദം നാലാൾക്കും. ഗുരു വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നു. നമുക്ക് മുടക്കില്ലേ, നമ്മളവിടെ ഇരിക്കല്ലേ. ഞാൻ ഇവരെ മുഖം നോക്കും, ഇവരെ വളരെ ഗംഭീര. അപ്പോൾ 5 മിനിറ്റ് എൻ്റെ നാലാളും എൻ്റെ കാല് പിടിച്ച് ഇത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ സാധു മനുഷ്യനാ, ഒന്നുമില്ല ഇവിടെ കേട്ടോ നനച്ച്. ഇന്ത്യക്ക് ഇതൊക്കെ ഉള്ളൂ നനച്ച്. എല്ലാം കണ്ടോ? എല്ലാം കണ്ട് സ്വാമി തന്നെ. ഗുരു ഇയാളെ 10 മിനിറ്റ് തട്ടി ഉണർത്തിയാൽ എന്തെല്ലാം ഹൈവേയിൽ കൂടി ഇങ്ങനെ കാറ് പോന്ന്, പിന്നെ നിലം വെട്ടുന്ന പ്ലെയിന് പോന്ന്, വൈകുണ്ഠം കൈലാസും ബ്രഹ്മലവും എല്ലാം കണ്ടു തന്നു. കണ്ണിൽ നിറച്ചും വെള്ളം. ഇയാളെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ട്. ഞാനും അറിയില്ല എന്താന്ന്. നമുക്ക് കിട്ടുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. തന്നെ ഒരു ഇത് വേണ്ടേ, തുടക്കമല്ലാന്ന് വെച്ചാൽ അയാൾ ഞാൻ എത്രയോ വർഷങ്ങളായി. ഇയാൾ ധാരാളം മന്ത്രങ്ങൾ പഠിച്ച ആളാ. ഇവിടെ ഒറ്റ മന്ത്രം പഠിച്ചു, ഓങ്കാരം മാത്രമേ ഉള്ളൂ പഠിച്ചു, വേറൊന്നുമില്ലാന്ന് വെച്ച്. അങ്ങനെ ധാരാളം സാധനങ്ങൾ. ഇപ്പോൾ ഒരാളിപ്പം എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ കാല് വേദന എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളെ കാലിൻ്റെ വേദന ഉണ്ടാകാൻ കാരണം എന്താ കാണിച്ചു തരും, പിന്നെ അതിനുള്ള മരുന്ന് കാണിച്ചു തരും. പക്ഷേ സാധനം നിസ്സാരമായി, നിങ്ങൾക്ക് കണ്ണ് പിടിക്കണ്ടായില്ല, അതുകൊണ്ട് മാറിപ്പോകുന്നു. പിന്നെ 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ ഇവിടെ വന്ന് ഞെട്ടിക്ക് സംഭവം. അവരിപ്പം ഇന്നലെ ഇവിടെ വന്ന് പോയാ, എന്നെ കാണാനായിട്ട് വന്ന. ചെറുകോടലും വൻകോടലും ഒട്ടിപ്പോവുക. ഇയാൾ ദീക്ഷ വാങ്ങിയ പെണ്ണുങ്ങളാ, 10 വയസ്സുണ്ട്, നല്ല ഓജസ്സുള്ള, നല്ല കഴിവുള്ള. അപ്പോൾ അവിടെ എൻ്റെ അടുത്തേക്ക് വിട്ട് വരാൻ അനുജത്തിന ഇങ്ങനെ പ്രശ്നമുണ്ട് തന്നെ, എൻ്റെ ആസ്പത്രിയിൽ ഓപ്പറേഷൻ വേണം തന്നെ. ഞാൻ വെറുതെ പറഞ്ഞ് ഒരു അന്തല്ലാത്തൊരു വാക്ക്, എന്താ ഓപ്പറേഷൻ വേണ്ടാന്ന് നിന്ന്. ചെറുകോടലും വൻകോടലും ഒട്ടിയാൽ അതിന് ഓപ്പറേഷനിലാണ് വഴിയുണ്ടോ? ഇല്ല, മെഡിസിൻ അതല്ലേ. അപ്പം മെഡിസിൻ അവിടെ പരാജയപ്പെടുത്തി. എന്ന് വെച്ചാൽ പ്രൊഫസറാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ തലേദിവസം പെണ്ണുങ്ങൾ പ്രസാദം കൊണ്ടുപോയിട്ട് സ്വാമി എനിക്ക് ഓപ്പറേഷൻ വേണ്ട, പിന്നെ തൽക്കാല സമയത്ത് ഓപ്പറേഷനാണ്ട് ഒഴിവാകുന്നതാണ്. അപ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്തൊരു ഒരു കുളിര് വന്നു വല്ല തോന്നി. അന്ന് സന്ധ്യാസമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കുടലുകളൊക്കെ നൂറ് നിൽക്കി. ഒറ്റ കുടൽ. ഇയാൾ താടിക്കഴിട്ട് ഇങ്ങനെ നോക്കിയെന്നല്ലേ ഇവരെ ഇങ്ങനെ നോക്കി. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. വാന്ന് പറഞ്ഞ് ഇയാൾ എണീച്ച് നെഞ്ഞത്തോട് കൂട്ടി പിടിച്ചിങ്ങനെ, പെണ്ണുങ്ങളെ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഓപ്പറേഷൻ വേണ്ട, കുടൽ ജയിക്കുന്നതന്ന്. അത് മാറി പിറ്റേ ദിവസം ഇവിടെ വരുന്നു. ഇവിടെ വന്ന് എന്നോട് സ്വാമി ഓപ്പറേഷൻ ഒഴിവാക്കി തന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥിച്ചാൽ മതി, പറയുന്നത് വേണ്ടാന്ന് വെച്ചു. എന്തെന്ന സംഭവം എനിക്കറിയാൻ പറ്റുന്നില്ല. ഇപ്പം ഇവിടെ ഉദ്ദേശം എന്താ പറയുക, ലാസ്റ്റ് ശരീരത്തിന് വിചാരിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ കൂടി അത് കാണിച്ചു കൊടുക്കാനാണ്. വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇവിടുന്ന്. SI ഒന്ന് വെല്ലുവിളി നടത്തിക്കും എന്നോട്. അതോട് പറയാൻ തന്നെ സ്വാമിമാരെ പ്രശ്നമല്ലേ. SI ഭാര്യയും വന്ന് മുണ്ടോ കൊടുത്തു വന്നാ ഇവിടെ പാലത്തിൻ്റെ അടുത്ത് ഇറങ്ങി നടന്ന് ഇങ്ങനെ പോരുക. എന്നെപ്പറ്റി അഭിപ്രായം ചോദിക്കുമ്പം എല്ലാവരും ഒരേ അഭിപ്രായം, 2 അഭിപ്രായമല്ല. ദോഷമായിട്ട് ആരും പറയുന്നില്ല. ഇവിടെ വന്നിരുന്ന് മേപ്പയ്യുള്ള മനോജ് കുമാർ എന്ന ആളാണ്. അവിടെ ഇയാൾ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കി വന്ന പോലീസ് മുറയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കി വന്നതിന് ചോദിക്കാൻ. ഞാൻ ഒരു മുസ്ലിം വസ്ത്രങ്ങൾ ധരിച്ച് ഇവിടെ തിരിവെക്കുന്നത് അന്ന് ഇത്ര മോഡലൊന്നും ആക്കില്ല. ഭാര്യമാർ ഇയാൾ റെഡി ചോദ്യം തയ്യാറാക്കി വന്ന ബൈക്ക് ചോദിക്കാൻ. ശേഷം ചോദിക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ശത്രുപരമായിട്ടുള്ള ദോഷമുണ്ട് തന്നെ. എൻ്റെ ശത്രു ആര്? ഇയാൾ ചോദ്യം. ഞാൻ പറഞ്ഞു ദുർബലനായ ഒരാളാണ്. ദുർബലനായ ശത്രു എന്നെ എന്ത് ചെയ്യും? പോലീസ് മുറയിൽ തന്നെ എന്താ ഞാൻ കസരയ്ക്ക് 2 അടി കൊടുത്തു. നിങ്ങളിരിക്കുന്നിട്ട് കസരയിൽ ഇത് ദുർബലനായ ശത്രു എന്ത് ചെയ്യുന്നല്ലേ ചോദിച്ച്. നിയമമുണ്ടോ എഴുതി ചേർക്കാൻ?
ഇയാൾ പരദേവതാ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഈ ദുഷ്ടൻ്റെ കുടുംബം മുടിഞ്ഞു പോട്ടെ എന്ന് ചൂണ്ടി പറഞ്ഞു. ഇങ്ങനെ മുടിഞ്ഞു പോട്ടെ ശവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അന്നേരം ഇയാൾ ചോദ്യം എന്താ അറിയോ, അത് എനിക്ക് എങ്ങനെ ഫലം ചെയ്യും? അടുത്ത ചോദ്യം പോലീസ് പറയും തന്നെ കാണിച്ചത് 21 ദിവസം കാണിച്ചതാണ്. എൻ്റെ കാൽക്കിൽ വന്നുകൊണ്ട് ചെറുതായി കാണിച്ചതാണ്, എഴുതി വെച്ചാണ്. മറന്നു കൊണ്ടാടി എത്തിയിട്ട് മറന്നുകൊണ്ട് FIR എന്ന് പറഞ്ഞ സാധനമില്ല, എഴുതി വെച്ചതാണ്. അന്നേരം അയാൾ പറഞ്ഞു ഓർമ്മക്കുറവൊന്നും എനിക്കില്ല, നല്ല ഓർമ്മയൊക്കെ ഉണ്ട്. അല്ല നിയമത്തിൻ്റെ വശമുണ്ടല്ലോ, FIR എന്ന് പറഞ്ഞാൽ കോടതി കൊടുക്കുന്ന കടലാസിൻ്റെ, അത് എഴുതി വെച്ചോ, ഞാൻ ഏടെ വരാൻ തയ്യാറാണ്, 21 ദിവസം കാണിച്ചതാണ്. കൂടെ വന്നുകൊണ്ട് ചെറുതായി കാണിച്ചതാണ്. അപ്പാട് 18ാം ദിവസം ചട്ടി കളിക്കുന്നുണ്ട്, ഒരാളെയും പിടിച്ചു പോകുമ്പോൾ കൈക്ക് കയറി കൊള്ളുന്നു. രാത്രിയിൽ കുറച്ച് ദിവസം ഇങ്ങനെ കെട്ടിക്കൊണ്ടായിരുന്നു. പോലീസുകാരോടായിരുന്നു അയാളെ വല്ലൊരു പണിയെടുക്കണ്ടാണ്, എന്ത് കടലാസ് വന്നാൽ കയറിയിട്ടാണ്. ഒരാഴ്ച കെട്ടിയായിരുന്നു കെടുത്തേ, അതടന്ന്. പിന്നെ ഒരു 6 പോലീസുകാർ വന്നിവിടെ, സാധാരണ ഷർട്ടും മുണ്ടും ലുങ്കിയൊക്കെ എടുത്ത് വന്ന. അപ്പോൾ അത് ഇപ്പോൾ കാണിച്ചു കൊടുക്കും കേട്ടോ, പറയൽ മാത്രമല്ല, നേരിട്ട് കാണിച്ചു കൊടുക്കും. ഇവിടെ ആ ലൈറ്റ് ഇവിടെ തൂക്കിട്ടിനു. ഇത് കേട്ട് ഞാൻ കണ്ണടച്ചു പോകും, ഇതൊക്കെ പോലീസുകാരെന്ന്, വർക്ക്ഷോപ്പിൽ ജോലിയാന്ന്, തുണി ഷോപ്പിൽ നിൽക്കുന്നതാന്ന്, ഇതെല്ലാം പറഞ്ഞ് നിൽക്കുക. 6 ആൾ ഒരുത്തൻ തീരാടിക്കുകയും ചെയ്തിരിക്കും. അത് അടിച്ചോനാടിയിരുന്നു, മറ്റേ 4 ആൾ ഇവിടെ ഇരുന്നു, 5 ആൾ. എനിക്ക് തോന്നി ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പോലീസുകാരല്ലേ, ശരി നിങ്ങളെല്ലാം അറിയാൻ വന്നില്ല, ഞാൻ കാണിച്ചു തരാന്ന്. 12 മണിക്കാണ് വന്ന് ആ ലൈറ്റിൻ്റെ കൂടി ഒരുത്തനെ ഓൻ്റെ വീട് കാണിച്ചു കൊടുത്ത്, പുരയെല്ലാം കാണിച്ചു കൊടുത്ത്. ഇങ്ങനെ ഇവിടെ എവിടെ ഇത്തിരി എണ്ണ വരട്ടിങ്ങനെ കാണിച്ചു കൊടുത്ത്. അതൊക്കെ കണ്ട് അപ്പം മറ്റൊക്കെ ഞെട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾ ജോലി എന്താ നോക്കുന്നതാണ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ ജോലിയല്ലേ, വേറെ എന്തോ ജോലി ഞങ്ങൾക്ക് നോക്കുന്നതാണ്, പോലീസിൻ്റെ യൂണിഫോം ഇട്ടരാ. അത് കണ്ട് പിന്നെ മറ്റുള്ളവർക്ക് തെരുപ്പൊടി അങ്ങനെ ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്ത്. ഒരാളെ ഇത് വ്യക്തമല്ല, കാണുന്നില്ല. സ്വാമി അതെന്താ വ്യക്തമാകത്ത്? അതോ അയാൾ ലേശം തരിപ്പടിച്ച് പുരയിൽ കലഹമുണ്ട് അയാളെ, അതാന്ന് പറഞ്ഞു. അപ്പോൾ സമ്മതിച്ച്. അപ്പോൾ 2:30 ആയിട്ടോ, 12 മുതൽ 2:30 വരെ വരുവാണ്. അപ്പോൾ ഇവിടെ എന്താ സ്വാമി വെക്കണ്ടി? ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടികളെ പോയല്ലേ, നിങ്ങളൊക്കെ അറിയാൻ വന്നല്ലേ, ഒന്നും വെക്കണ്ടെന്ന് വെച്ച്. ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടും, കത്തിക്കാൻ എണ്ണ ഇതിലുണ്ട്, ഞാൻ നേരം പൊക്കിലിരിക്കുകയാണെന്ന് വെച്ച്. ഒന്നും വെക്കണ്ടെന്ന് വെച്ച്. എൻ്റെ കുട്ടികളെ പോലെ ഞാൻ ഇപ്പം ഇങ്ങനെ കാണുന്നതെന്ന് വെച്ച്. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വേറെ വേഷമായിരിക്കും, കൂടുതൽ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ച്. അതിന് സ്റ്റേഷനിൽ പോയി. എന്നിട്ട് SI ഇടാന്ന് എങ്ങനെയാണ് സംഭവം. ഒന്നും വാങ്ങിയില്ല. ഇയാൾ എന്തിനങ്ങനെ പറഞ്ഞ് സമയം പോക്കുന്നത് SI. അപ്പോൾ കടലാസ് കയറിയിട്ട് അതും മാറ്റിക്കളഞ്ഞ SI. ഇയാൾ വലിയ ഒന്നും എടുക്കണ്ട. ഇതിലൊരു പോലീസുകാരൻ നമ്മുടെ മോനോട് പറഞ്ഞു കൊടുത്ത്, എൻ്റെ അച്ഛൻ്റെ ഒരു കാലത്ത് സ്റ്റേഷനിൽ നല്ല സീറ്റാണ്, ഒരു കേസുണ്ടാകില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം രസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെന്നാ നമുക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടത്. ഒരാൾ ചോദ്യം ചെയ്തതിന് എവിടുന്ന തുടക്കം എന്ന് പറയാൻ പറ്റില്ല. മരണത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്നാ. ആസന്ന ഘട്ടത്തിൽ കിടക്കുന്ന രോഗിക്ക് രക്ഷപ്പെടില്ല, മുഷിഞ്ഞിങ്ങ് നിൽക്കുകയുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു തേങ്ങ ഒഴിഞ്ഞ് തെക്ക് ഭാഗത്ത് വെക്കാൻ പറയും. 3 ദിവസത്തിനുള്ള ആൾ കാലിയാവും. എന്താ പറയുക, വാർദ്ധക്യം മുഷിഞ്ഞ് ബുദ്ധിമുട്ട് നിൽക്കുന്നു, അത് മാറുന്നു. അത് അയാൾ മൂക്കിനെടുക്കപ്പെട്ടു വന്നു. ചെറിയ പ്രായമുള്ളതിനെ നമ്മൾ കാലക്കൊക്കെ വ്രണങ്ങൾ വന്നിട്ട് മാറാത്തത് മരത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആണി തറയ്ക്കാൻ പറയും. അപ്പോൾ ആ മരത്തിനടി ഉണക്കം വരും. അപ്പോൾ സൂക്കേട് മാറിപ്പോന്നു. പൈസ ആരോടൊന്നും വാങ്ങില്ല, പറയില്ല. പക്ഷേ ഇവിടെ വെച്ചു പോകുന്നുണ്ട്, ഓരോരുത്തർ വെച്ചു പോകും. അത് ഞാനും തോന്നുന്നില്ല, ഭാര്യ എടുത്ത് വെക്കും. എവിടെയും പോകുമ്പോൾ 30 എൻ്റെ കിശയിൽ 500-1000 ഉറുപ്പിക എടുത്തിടും. അത് കിശയിൽ തന്നെ ഉണ്ടാവും, ഒരു വാക്കിൻ്റെ വാക്ക്. പൈസ തൊടലില്ല. അങ്ങനെ ധാരാളം കേസുകൾ, പുതിയ കേസ് വരുന്നതിന് അക്കൗണ്ട് പുതിയ മാച്ചിലേക്ക് പോകുന്ന. പിന്നെ സൗദി ജയിലിൽ കിടന്ന ഒരാളെ വിട്ട്. അപ്പം ചെറിയോനെ ഒരു പെണ്ണുങ്ങളെ അടിച്ചു കളഞ്ഞു, ഒരു മലയാളി. അപ്പോൾ അവൻ്റെ കാർണർ ഇവിടെ വന്നു. 3-ാമത് ദിവസം എൻ്റെ ബാപ്പ മരിക്കുന്നു, അറ്റാക്കായി. അവിടുന്ന് മലയാളിയെല്ലാം പിരിവെടുത്ത് 35 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ പെണ്ണുങ്ങളോട് കേസിന് ഒഴിവായ. ഇവൻ്റെ കയ്യോ കാലം വെട്ടു. ഗൾഫിലൊരു പെണ്ണിനെ അടിച്ചാൽ കയ്യോ കാലം വെട്ടുന്ന ശിക്ഷയാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ സംഭവം ഉണ്ട്, നമ്മുടെ മരുവനാണ്, അളിയൻ മരിച്ചു, ശിക്ഷ. അടുത്ത ദിവസം വിചാരണ.
കേസ് ഒഴിവാക്കി അങ്ങോട്ട് വരുന്നതാണ് വെച്ച് സ്വാമി യാതൊരു വഴിയില്ല. ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഇവൻ കയ്യും കാലും വെട്ടി പൊഴുത്ത് മരിക്കണം എന്ന് പറഞ്ഞതെന്ന്. സൗദിയിൽ ഇന്ത്യയിൽ നിയമമല്ല സ്വാമി, സൗദിയിൽ. ഞാൻ പറഞ്ഞു ഈ സൗദിയിലും ഇന്ത്യയിലും ലോകത്തും എല്ലാവരുടെയും ഒറ്റ നിയമമുള്ളൂ എനിക്ക് നനച്ച്. വായു സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ ഒറ്റ നിയമം എനിക്കുള്ളൂ നനച്ച്. ഇപ്പം ഗൾഫിലുള്ളവൻ്റെയും വായു പൊത്തിപ്പിടിച്ച ശ്വാസം മുട്ടില്ലേ, അപ്പോൾ അവിടെ വലിയ നിയമാൻ്റെ കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു. 6ാമത്തെ ദിവസം വിചാരണയാണ്. സൗദിയിലെ വിചാരണ എങ്ങനെ അറിയാം? പ്രതിനെ ഒന്നിലിടുക, മറ്റേ വിസ്തരിക്കാൻ കൊണ്ടുവന്ന് വേറെ മുറിയിൽ ജഡ്ജി ഒരു വിസ്തരിക്കുന്ന ഒരാൾ കൂടി വരിക. ആദ്യം ഇവൻ്റെ മുറി ചെന്ന് ചെറിയോൻ 27 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ആയിപ്പോയി. പ്രതീക്ഷ പിരിവെടുത്ത് പെണ്ണുങ്ങളെ കാല് പിടിക്കുക. അപ്പോൾ അവിടെ മറ്റുള്ള AC റൂമിൽ നിന്ന് കാറ്റ് കൊള്ളുക. ശിക്ഷ കേൾക്കാൻ, ഈ വിധി കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ പുറത്ത് നിൽക്കുക. സൗദിയല്ലേ നിയമം ഒക്കെ മാറ്റുള്ള നിയമം. ആദ്യം ഇവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാനെന്ത് തരാം, വിജയിക്കാണ്ട് വിജയിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പണിയെടുക്കലാണ്. ഹലോ, അതെ ഒരാളുണ്ട്. ഓ, അപ്പോൾ ഇവനോട് ചോദിച്ചു. ഇവൻ തത്ത പറയുമ്പോൾ പറഞ്ഞു 7 പ്രാവശ്യം 7 പ്രാവശ്യം ഒരുപോലെ പറഞ്ഞാലേ. ഒരാൾ പെണ്ണുങ്ങളെ അടിക്കുന്ന കണ്ട് ഞാൻ പിടിക്കാൻ പോയി. ഓനോട് ചവിട്ട് അടിയും കിട്ടി, പെണ്ണുങ്ങളോടും കിട്ടി, പോലീസുകാരോടും കിട്ടി. ഇതിനകത്ത് കൊണ്ടടിയും ചെയ്തു. സാറേ തെറ്റിൻ്റെ ഇത് പറ്റിക്ക്, ഞാൻ പിടിക്കാൻ പോകാനും ഞാനത് കണ്ട് വേറെ വൈക്ക് പോയാൽ മതിയായിരുന്നു. തെറ്റിൻ്റെ ഇത് അതിന് എന്ത് ശിക്ഷ ഞാൻ തയ്യാറാണ്. പിന്നെ തിരിച്ചും മാത്രം പലതും ചോദിച്ചാൽ എന്തെങ്കിലും പോയിന്റ് ഇട്ട് ഒരു പോയിന്റ് വരുന്നത് ഡിമ്പാക്ക് തന്നെ അവൻ പറഞ്ഞുള്ളൂ. ഞാൻ വന്നിട്ട് ഇത്രയേ ഉള്ളൂ, കുറേ കുടുംബജീവിതം കഷ്ടപ്പാടായിട്ട് വന്നാൽ ഇതൊക്കെ പറഞ്ഞു ചേച്ചിയോട്. തിരിച്ചും മറിച്ചു 2 മണിക്കൂറോളം ചോദിച്ചു. പെണ്ണുങ്ങൾ കാറ്റുകൊണ്ടിങ്ങനെ നിൽക്കുക, എന്തെന്നാ ശിക്ഷ? പെണ്ണുങ്ങളൊക്കെ തെറ്റിച്ചാ പറഞ്ഞു. ഇവനെ അടിച്ച് ഇവൻ്റെ ആ കോലം ആകുമായിരിക്കും പറഞ്ഞ്, പിന്നെ വേറൊരു കോലം പറഞ്ഞ്, സമയം തെറ്റിച്ച് പറഞ്ഞ്, എല്ലാം തെറ്റിച്ച് പറഞ്ഞു. ഒന്നും ശരിയായി പറഞ്ഞില്ല. കടലാസ് കയറി കാൽക്കൽ കിട്ടും പോന്നറിയിച്ച്, കഷ്ടപ്പെടുത്തോറ് തന്നെ അറിയിച്ച്. ആ പാട് സൗദി പത്രത്തിൽ വാർത്ത വന്നു. പിന്നെ വിദേശി സ്വദേശിനടിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവായിരുന്നു. വലിയ വെണ്ടക്കക്ഷരത്തിൽ ആദ്യത്തെ പേജിൽ. അത് സൗദിയില്ലാത്ത നിയമ. അങ്ങനെ ധാരാളം കേസ് ഗൾഫിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇപ്പം നിങ്ങൾ ഗൾഫിൽ നിങ്ങൾ മോനുണ്ടെങ്കിൽ ഒരാപകടത്തിൽ കുടുങ്ങിയാൽ മോൻ ശരിക്കും എന്നെ കാണുക അവിടെ നടക്കുന്നത്. ഇത് മറിമായ എന്താ എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ഇതിൻ്റെ കെമിക്കൽ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. കിട്ടുന്ന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കിട്ടുന്ന കഴിവിനെ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരാളിനോട് പ്രതിഫലമാണ് സ്വാമി, അല്ലാണ്ട് വെറുതെ പറയുന്നത് വെച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നതിന് ഭക്ഷണം വേണം, അത് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആരും മനസ്സുള്ളവരവിടെ വെച്ചേക്കട്ടെ എന്നറിയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉദ്ദേശം അറിയാം. ഇപ്പം നമ്മളെ പഴയ ആളാണ്, എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ശരീരത്തിന് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കാനല്ല ഇവിടുന്ന് എടുത്തിട്ട് അത് ഇപ്പം നിങ്ങളങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുക, മറ്റേ ആരും കൊടുത്തില്ല, മൂപ്പരോട് പറഞ്ഞില്ല അത്. അപ്പം നിങ്ങളിപ്പോൾ സൗദിയിലാണെന്ന് വെച്ചോ, നിങ്ങൾ മാത്രം കാണുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. പക്ഷേ ഇപ്പം മനസ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കസേര കെട്ടി ഇപ്പോൾ നാളെ തന്നെ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് സ്വാമി എൻ്റെ മുമ്പിൽ വരട്ടെ, അമ്മയെ സ്വാമി എൻ്റെ മുമ്പിൽ വരുത്തിയാൽ ഞാൻ ചിരിച്ചും കൊണ്ട് 4-5 മിനിറ്റ് നിങ്ങളുടെ മുമ്പ് കാണും വെള്ള ഡ്രസ്സിൽ. അത് പോരാ, അത് മനസ്സാണ് പോകുന്നത്. ഈ ശരീരത്തിന് കൊണ്ടുപോകണം, സാഹസം തന്നെയാണ്. പിന്നെ വാർദ്ധക്യം ബാധിച്ച് ഇനി നമ്മളെ പരീക്ഷണ വസ്തുവാക്കിട്ടേ വിജയം നടക്കുകയാണെങ്കിൽ ഒരു സന്തോഷം, അതല്ലെങ്കിൽ മണ്ണടിഞ്ഞ് പോലെ ആരും അറിയുന്നില്ലല്ലോ അല്ലേ. അങ്ങനെ പോവുക, ഒരു വരൊന്നും നോക്കുന്നില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, വളരെ നിരാശപ്പെട്ടും പലരും വിശ്വസിക്കുന്ന ആളുകൾക്ക് പല രോഗങ്ങളും മാറിയിട്ട് കുടുംബജീവിതം നയിക്കുന്ന ധാരാളം ആളുണ്ട്. വിവാഹബന്ധം വേർപെട്ട് പോകുന്നവരുകളൊക്കെ ഇവിടുന്ന് കൂട്ടി അണക്കിയിട്ട് ഞാൻ പറയും ജീവിതം ആസ്വദിച്ച് ജീവിക്കും. ചെറുപ്പക്കാരോട് കച്ചറി അടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജീവിതം പോക്കരുത്. വാർദ്ധക്യ സമയത്ത് എന്ത് സുഖമെടുക്കാനോ ഇല്ലല്ലോ. എവിടെയും കുത്തി വെള്ളം കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനാവും. നല്ല സമയത്ത് ജീവിതം ആസ്വദിക്കണം. അങ്ങനെ പറഞ്ഞെടുത്തിട്ട് ഇവർക്ക് ആവേശം കൊടുക്കും. അപ്പോൾ അവർ നല്ല കുടുംബജീവിതം വരുന്നത് കൈ പിടിച്ചിട്ടല്ല, സ്വാമി പറഞ്ഞോട്ട് ഡാൻസ് നിർത്തിയിട്ട് അങ്ങനെ പോവും. പിന്നെ വേറെ വിദ്യ ചെയ്യുന്നുണ്ട്. നമ്മളെ മനസ്സാന്നിട്ട് ഞാൻ കാണുന്നില്ലോ, ഒരു ദാരിദ്ര്യം ഇപ്പം കൂടെ ഇര കിട്ടും പരീക്ഷ നടത്താൻ. ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലുള്ള ഞാനൊരു പരീക്ഷ നടത്തിയത്. ഭാര്യയും ഭർത്താവും കൂടെ വന്ന അവസരം നടത്തി, നിങ്ങൾ പണി ചെയ്യുമ്പോൾ ഒരു പരീക്ഷ നടത്തി ഞങ്ങൾ
നമ്മൾ പറ്റിക്കുന്നല്ല. നിങ്ങൾ സമ്പത്തിൻ്റെ കാര്യം മാത്രമേ ദിവസം വീട്ടെന്ന് പറയാമോ. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ജീവിക്കാനാകില്ല. അങ്ങനത്തെ വീടാ. അത്രയും ദാരിദ്ര്യം, വലിയ വയർച്ചയെ പറയാം ദിവസവും പറയുന്നത്. നമ്മൾ സമ്പന്നന്മാരാവും, വണ്ടി എടുക്കും, വലിയ വീടുണ്ടാക്കും, ഇങ്ങനെ പറയാം 41 ദിവസം പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പറയുന്നത് സ്വാമി പറഞ്ഞിട്ടല്ലേ, മുടക്കില്ല, സംസാരത്തിന് മുടക്കില്ലല്ലോ. റെഡി 41 ദിവസം ഇവൻ ചെറിയൊരു പൈസ ലോട്ടറി അടിച്ച് 1000 രൂപ. അല്ലോട് സ്വാമി പറഞ്ഞിട്ട് കുണം കിട്ടുന്ന വില പറഞ്ഞ് പിന്നെ പറയൽ തുടങ്ങി. ഇപ്പം നല്ല സമ്പന്ന നിലയിൽ ആ വീട്, ആ കിളിക്കൂട് പോലെ നല്ല പവറായി വീടുണ്ടാക്കി. ഇപ്പം ഇവൻ ബിസിനസ് ചെയ്യുന്നു, ഭാര്യ എന്തൊരു പണി, അപ്പൻ പലഹാരം ചുട്ട് വെക്കുന്നു, സമ്പത്തിൽ നീക്കൊണ്ടിരിക്കുക. ചെറിയ 4 സെൻറ്റിലുള്ള ചെറിയ കൂട്ടിലായിരുന്നു അങ്ങനെ പോകുന്നത്. പിന്നെ തലശ്ശേരി പെണ്ണുങ്ങളന്ന് മുടി ഇവിടെ കൊഴിഞ്ഞു കഴിയും. ചികിത്സാ വിദ്യ എന്ന് അറിയില്ലല്ലോ. സ്വാമി എൻ്റെ മുടി പോയി എന്നാണ് അങ്ങോട്ട് കല്ലുണ്ട്. ഞാൻ പറഞ്ഞ പണി ചെയ്യാം. പെട്ടെന്ന് 3 മരുന്ന് എടുത്ത് ഇതുകൊണ്ട് മരുന്നുണ്ടാക്കി എണ്ണ കാച്ചി തേച്ചതാണ്. വിരക്ത് കാച്ചി തേച്ച് മുടി നന്നായി വളർന്നേരം എല്ലാം ചോദിച്ച് മരുന്നിനെ പറ്റി. എണ്ണ കൊണ്ട് കൊടുത്ത് പൈസയാക്കി. പിന്നെ തിരക്ക് കൂടി, ധാരാളം എല്ലാവർക്കും മുടി വളർന്ന്, കഷണ്ടിക്കാർക്കൊക്കെ. അങ്ങനെ ഭർത്താവ് ഷെയർ കൂടി. ഇവർക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് വീടാക്കി എല്ലാം പവറായ ഇവർ ഇന്നോട് വിവരമൊന്നും പറഞ്ഞില്ല. വിൽപ്പനേൻ്റെ ഒരു 1.5-2 വർഷം കൊണ്ട് വീടായി, വണ്ടിയായി ഒക്കെ ആയി. പിന്നെ ഒരൊറ്റ കുട്ടി വാണ്ട് നിൽക്കും, ഒറ്റ കുട്ടിയില്ല. അപ്പോൾ ഇവരെവിടെ പോയി നോക്കി അറിഞ്ഞു. നിങ്ങൾ ഒരാളെ എടുത്ത് പോയി തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് വെച്ച്. അങ്ങനെ വളരെ ദൂരെയുള്ള ഒരാളാണ് എന്നെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. കൂടെ വന്ന് ഭാര്യയും ഭർത്താവ് കൂടി വന്ന് സ്വാമി ഇങ്ങനെ സംഭവം എന്നോടൊന്നും മറന്നു പോയി. മുടി വളരാനുള്ള മരുന്ന് എല്ലാവരും കൊടുത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഓരോക്കെ നന്നാക്കി. ഇപ്പോൾ ആരുമില്ല. സ്വാമി ഒരു അനുഗ്രഹം തന്നെയാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ മുടി വളരാൻ തന്ന സാധനങ്ങൾ വിൽക്കാന്ന് വെച്ച്. അപ്പോൾ എൻ്റെ 2 രൂപ കാല് കെട്ടിപ്പിടിച്ച് ഞാൻ വേണ്ട, അല്ല അനുഗ്രഹം നിങ്ങൾ കാല് കെട്ടിപ്പിടിക്കണ്ട, തന്നും തന്നു. പക്ഷെ കളവ് പറയാൻ പാടില്ല, തന്നു. വിൽക്കുമ്പോൾ എന്നോട് പറയണ്ടേ. അങ്ങനെ 1100 രൂപ വെച്ച് സ്ഥലം വിട്ട്. അങ്ങനെ ദിവസം ഓരോ രസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇപ്പോഴും. അങ്ങനെ പല കഥകളും മനസ്സിൻ്റെ, പിന്നെ എത്രയോ മാനസിക രോഗങ്ങളെ. അപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാരുമായിട്ട് ചോദ്യം നടന്ന് മലബാർ ഹോസ്പിറ്റലിൽ പെണ്ണുങ്ങളുണ്ട് മാനസിക രോഗങ്ങളെ പരിശോധിക്കുന്നു. അവിടെ ഒരു കുട്ടി ഇവിടെ വന്ന് അവർ 1.5 കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് നടത്താമെന്ന്. അപ്പോൾ അത് 3 പ്രാവശ്യം വരാൻ പറഞ്ഞ് പോകണ്ടാന്ന്. പോകണ്ട, ഞാൻ പോയി എന്നാണ്. ഞാനിങ്ങനത്തെ ഡോക്ടർമാരെ കണ്ടില്ല, മാനസിക രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടറെ കണ്ടില്ല. ചെന്നേക്കുമ്പോൾ പെണ്ണുങ്ങളാ. അതിനകത്ത് കൊണ്ട് ചോദിച്ചു, എൻ്റെ ഈ താടി കുറിയൊക്കെ കണ്ടുമ്പോൾ പെണ്ണുങ്ങൾ കൊണ്ട് വിളിച്ച് കണ്ടതാണ്. നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ച് എന്നോട്. ഞാൻ പ്രവചനം എന്നാണ് വെച്ച്. അമേരിക്കയിൽ പോയി പഠിച്ചു വന്ന ആളാ. ഈ ആന്ധ്രയല്ല അവരുടെ വീട്. കല്യാണം കഴിച്ചത് കോഴിക്കോട്ടുള്ള ഇത് അസ്ഥിരോഗ വിദഗ്ധനാണ്. താങ്കൾ എന്താ ചെയ്യുന്നത് വെച്ചു. പ്രവചനം എന്നാണ് വെച്ച്. എന്നാൽ എൻ്റെ പേരിൽ പ്രവചിക്കുന്നതാണ് ഡോക്ടർ. നോക്കണോ സാറേ, പുറത്ത് ധാരാളം ആളുണ്ടല്ലേ നിങ്ങൾ കാണാം. അവരെന്നെ കണ്ടിട്ടേ പോകും, എനിക്ക് നിങ്ങളെ എപ്പോഴേ കാണാൻ പറ്റുമെന്ന് വെച്ച്. ഒരു ഡോക്ടറെ സംസാരിക്കും. നോക്കണേ, അവിടെ പോട് ചിരിച്ചും കൊണ്ടാ മുഖം. ഞാൻ പറഞ്ഞേ, ഈ ചിരിൻ്റെ പിന്നിൽ വലിയൊരു ദുഃഖം ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞ് അതെന്താ. അപ്പം എന്നോട് കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായി, കുട്ടികളിലാണ്. വളരെ ഉയരത്ത് പടികളായിട്ട് ഇറങ്ങുന്നു, പുഴയിലേക്ക് ഇറങ്ങുന്നു. മേലെ നാഗത്തിൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള സ്ഥലവും അതെവിടെയാണെന്ന് വെച്ചു. അത് ഞങ്ങൾ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ജോലി കിട്ടിയും വിവാഹം ഒരു ഭരണം കിട്ടാൻ വേണ്ടി കൊണ്ട് നിങ്ങളവിടെ വഴിപാട് കൽപ്പിച്ചില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് പോയെന്ന് വെച്ചു. ഇല്ല, അത് തന്നെയാണ് കുട്ടികളുണ്ടാത്തതെന്ന് വെച്ച്. ഒരു ഡോക്ടറോട് സംസാരിക്കാൻ നോക്കണേ, മനഃശാസ്ത്രത്തിൻ്റെ. നിങ്ങൾ അവിടെ പോയില്ലാന്ന് വെച്ചു. ഇല്ല, അവിടെ പോയി മാപ്പ് പറയണം, എണ്ണ കൊടുക്കണം, 2 വർഷം കൊണ്ട് കുഞ്ഞുണ്ടാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കാര്യം അല്ലാണ്ട് ഭർത്താവിൻ്റെ കാര്യം പറയുന്നതാണെന്ന് വെച്ച് പറയാമെന്ന് വെച്ച്. ഇത് ചെയ്താൽ കുഞ്ഞുണ്ടാവും തന്നെ. അങ്ങനെ ഭർത്താവ് ഞാൻ വെച്ച് ഒരു സ്റ്റൈലായിട്ട് നടക്കുന്ന ആളും ലേശം എണ്ണം നടായിട്ടുള്ളതും പിന്നെ ഒരു പ്രത്യേക ശേഷിയിൽ നടത്തും അങ്ങനത്തെ ഒരാളാന്ന് വെച്ച്. അന്നാണ് കോഴിക്കോട് അസ്ഥിരോഗ വിദഗ്ധനാണ് പേരും പറഞ്ഞു. അപ്പോൾ അവിടെ അയാൾ ചെക്ക് ഷർട്ടിൻ്റെയും ടൈൻ്റെയും ആകത്ത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയുമ്പോൾ ഡോക്ടറോട് അങ്ങനെ പറഞ്ഞു. അവർക്ക് മനഃശാസ്ത്രത്തിൽ അല്ലേ, അവരെ മനസ്സിലാകട്ടെ പറഞ്ഞെടുത്ത്.
അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇവരെ അച്ഛൻ്റെ കാര്യം അപ്പോൾ മുക്കാൻ മണി എന്നോട് അവിടുത്തെ കൺസെപ്റ്റ് ഫീസ് എത്രയാണ് എന്നോട് അവിടുത്തെ കൺസെപ്റ്റ് ഫീസ് എത്ര 0 വിശക്കുന്നതിന് ഭക്ഷണം വേണം അതിന് കാശ് പോക്കറ്റിൽ ഭാര്യ ഇട്ടിക്ക് പിന്നെ ഇവർ രോഗീൻ്റെ ഒപ്പം കാണാൻ വന്നതാണ് അപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ വരണം നിങ്ങൾ എത്ര നിന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ രോഗികൾ ബുദ്ധിമുട്ടിക്കരുതാന്ന് വെച്ചാൽ 3/4 മണിക്കൂർ കൈ പിടിച്ച് എപ്പം വരുമ്പോൾ കാരണം നനച്ച് പക്ഷേ ഞാൻ അങ്ങോട്ട് പോയില്ല അങ്ങനെ ഓരോ രസം നടത്തത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നടന്നു പോകുക എന്തെന്ന് അറിയാൻ പറ്റില്ല ഒന്നും പക്ഷെ നമ്മൾ പരസ്യത്തിന് കൊടുക്കല്ലേ ഇതുവരെ ആ ഇതും അങ്ങനെ പരിസ്ഥിതിയായിട്ട് ഉപയോഗിക്കുന്നില്ല ഇവര് തമ്മിൽ അല്ലേ നിങ്ങളെ കണ്ട് ഇങ്ങനെ നമ്മളെല്ലാം എപ്പോഴാണ് പോവാന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ട് ഇങ്ങനെ ഞാനൊരു നോവൽ എഴുതുന്നുണ്ട് അതില് കുറെ ആൾക്കാരെ പറ്റി ഇങ്ങനെ കണ്ടുമുട്ടിയ ആൾക്കാരെ പിന്നെ ഞങ്ങൾക്ക് നോവൽ എഴുതാന്നുണ്ടെങ്കിൽ ധാരാളം പ്രോസർ തരാൻ പറ്റും ധാരാളം ഇവിടെ സിനിമയുടെ സംവിധാനം അങ്ങനെ എഴുത്തേറെ കൂടെ വരലുണ്ട് അല്ല അങ്ങനെയല്ല ഞാൻ എനിക്ക് സംഭവിച്ച ലൈഫിൽ ചില കാര്യങ്ങൾ ഞാൻ കണ്ടത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടൊക്കെ ഒരു ബുക്ക് ഇപ്പൊ 2ാമത്തെ ബുക്കായിരുന്നു അതില് നിങ്ങളെ പറ്റി എഴുതും പിന്നെ ഇതൊരു നമ്മൾ കണ്ട് സംസാരിക്കുന്നതിന്റെ ഒരു പ്രൂഫ് പിന്നെ ഇപ്പൊ ഒന്നും ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനില്ല നിങ്ങൾക്ക് പബ്ലിക്കിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടൂല പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് മറ്റുള്ള ആൾക്കാർ അറിയും അതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്താ അറിയോ സംഗതി ശരി നിങ്ങൾ എന്താ അറിയോ നമ്മളെ ഉദ്ദേശം പറയാ ലക്ഷ്യം എന്താ അറിയാ ഞങ്ങളെല്ലാ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സംഗതി ഞാൻ പറഞ്ഞില്ല നമ്മളെ ഉദ്ദേശം എന്താ അറിയോ ഇവിടെ പേരെടുക്കല്ല ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ നമുക്ക് ശരീരത്തിന് എത്തിക്കണം അതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണടച്ചാൽ വായുമണ്ഡലത്തേക്ക് ശരീരം കിടക്കുന്ന കാണും പിന്നെ ദേവലോകം മുഴുവൻ കാണുന്നു പിന്നെ അതേസമയം നിങ്ങൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്താ ചെയ്യുന്നത് അങ്ങനെ കാണും നിങ്ങൾ ആരാ സംസാരിക്കുന്നത് അങ്ങനെ കാണും അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റി ഇന്നലേക്ക് തിരിക്കണമെന്ന് വെച്ചാൽ തിരിക്കും അപ്പം നിങ്ങൾ പെട്ടെന്ന് അവിടെ തോന്നും സ്വാമിനെ കാണണം നിങ്ങൾ തോന്നിക്കും അതിൻ്റെ മനസ്സിൽ നിന്ന് അതെനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ ലണ്ടനിലായാലും ശരി ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശരി വായുള്ള സ്ഥലത്താണോ എനിക്ക് നിങ്ങളെ ചലിപ്പിക്കാനാവും അങ്ങനെ പലതുണ്ട് ഇപ്പം ഞങ്ങൾ ഓരോരോ ചെറുപ്പത്തിൽ ആദ്യം ഓരോ പരീക്ഷണം നടത്തുക ആദ്യമായിട്ട് ഒരു ഗ്ലാസ് മഞ്ചുള്ള മാളമുള്ള ഒരു കിണറിലേക്ക് ഉള്ളിലേക്ക് പോന്നു അപ്പോൾ ഞാൻ കുട്ടിയോട് തന്നെ ബക്കറ്റ് താത്തും ഉള്ളിലേക്ക് പോകും ബക്കറ്റ് പൊന്തിക്കും ബക്കറ്റ് ഇങ്ങോട്ട് വരും ഞാൻ നിങ്ങൾ എല്ലാവരും പറയാനിലേക്ക് നോക്കിയിട്ട് കടക്ക ഇതിൻ്റെ അകത്തേക്ക് കടക്കുന്നറിയുന്നു അങ്ങനെ ഈ കപ്പ് അടിയിൽ നിന്ന് വന്ന് ഇതിൻ്റെ അകത്ത് കടന്നു വന്നു അപ്പോൾ എന്ത് മനസ്സുകൊണ്ട് സാധിക്കുന്നതായില്ലേ അങ്ങനെ ഓരോരോ വസ്തുവിൻ്റെ പരീക്ഷ ചെറിയ നടത്തി ഇപ്പം നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള വീതി കണ്ടെത്തിയ അതാണ് ഇപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക എനിക്ക് ഒരു 50,000 റുപ്യ വേണം കൂട്ടിക്കോ ഇവിടെ ഒന്നുമില്ല ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോൾ ഒരാൾ 50,000 റുപ്യ കൊണ്ട് തരും സ്വാമി കുറച്ച് കാലത്ത് എനിക്ക് പൈസൻ്റെ ആവശ്യമില്ല സ്വാമിക്ക് എന്താ വേണം എടുത്താൽ എത്ര വേണോ 50,000 അത് വെച്ചു പോകും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൈസ ഇട്ട് വരികയില്ല അങ്ങനെ ഓരോന്നും വരുത്താൻ പിന്നെ ഒരാളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെ വയറിലടയുള്ള കേടുകൾ എക്സ്റേ എടുക്കുമ്പോൾ ഇങ്ങനെ കാണാം അപ്പോൾ ഗ്യാസിൻ്റെ ഇവിടെ ചുവപ്പ് കളറായിട്ട് കാണും കേടായിട്ടുണ്ടെങ്കിൽ ലേശം നീല കളർ കാണും കറുപ്പ് കണ്ടാൽ ആ ഒരു മാരക രോഗത്തിന് തുറക്കാർ കാണിക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ കാലിന് മുട്ടിൽ നീര് വന്നാൽ ഇങ്ങനെ നോക്കിയാലും ഒരാളിനോട് ഫോണിൽ വിളിച്ചു വെച്ച് എൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വാമി പറഞ്ഞൊക്കെ ശരിയാണ് വട്ടച്ചോറിയില്ലാന്നാണ് വെച്ച് 4ാമത്തെ ദിവസം വിളിച്ച് ഞാൻ സ്വാമി കാലും 4-5 സ്ഥലത്ത് പൊങ്ങിക്കരുന്നാണ് അപ്പോൾ അയാൾ കാണുന്നതിന് മുമ്പ് തന്നെ അയാൾ ഉള്ളിൽ ഉണ്ടാകുന്ന സംഭവം നമ്മൾ ആദ്യം കണ്ട് അത് പറഞ്ഞു കൊടുത്തു ശരി ഞാൻ പറഞ്ഞ ഞാൻ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞതാണ് അത് ശരി തന്നെയാണ് പക്ഷേ സ്വാമിയോട് പറയുന്നില്ല പിന്നെ നിഴലിച്ച് പുറത്ത് വന്നിരുന്നത് അതിനെ എന്തെങ്കിലും റോയൽ മെല്ല് വാങ്ങി പുരട്ടാൻ പറഞ്ഞു അങ്ങനെ പോവുകയാണ് അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട് പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ പക്ഷികളെ കരച്ചിലില്ല അവരെന്തെന്നാ പറഞ്ഞത് മനസ്സിലാക്കാം ലിപി ഭാഷയിൽ ഒരു കിളി ഇങ്ങനെ കരയുമ്പോൾ അതിൻ്റെ തുണേനെ അന്വേഷിച്ച് നിൽക്കുകയാണ് ഭക്ഷണത്തിൽ നോക്കുന്നത് അതിപ്പോൾ ഇങ്ങനെ കാണാം ആ ശബ്ദത്തിൽ ശ്രദ്ധിക്കുക എങ്ങനെ അതിലേക്ക് തന്നെ ആ ശബ്ദം ഒരു കിളി ഇങ്ങനെ കരയുമ്പം ഇങ്ങനെ ശ്രദ്ധിച്ച് കൊടുക്കുമ്പോൾ ആ കിളി തുണേനെ കാണാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സന്തോഷം കൊണ്ടാണുള്ളത് അവരെ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നമുക്ക് ഓരോന്നോരോ തിരഞ്ഞെടുക്കാനാവും പിന്നെ കുറേ ആളിനോട് യുക്തിവാദീനെ കുറേ ആളുകളുണ്ട് അടുത്തൊന്ന് പറയേണ്ട സമയമാണ് ഈ കടയിൽ ഇപ്പോൾ 4-5 കൊല്ലം മുമ്പ് ഒക്കെ നമ്മൾ അറിയുന്ന ആളാണ്
നിങ്ങളെങ്ങനെയാണ് ഭൂമിൻ്റെ അടിയിലുള്ള സ്വർണം കണ്ടെത്തുന്നത് ചോദിച്ചു. ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞ് വളരെ അടിയിലുള്ളത് എൻ്റെ അവസ്ഥ അറിയാം. വളരെ അടിയിലുള്ള കാലിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാവും, മേലെയാണ്ട് ചെവിയിൽ നിന്നൊരു മുഴക്കം കാണുന്നത്, അവിടെ ഉണ്ടാവും സാധനം തന്നെ. അതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ റോഡും ഒരു മുട്ട് സൂചിയോ ഒരു ഉറുപ്പിയോ കണ്ടാൽ കാണില്ല. ഞാൻ നടക്കുന്നു, അന്നേരം ആ മുട്ട് സൂചിയും ആ നാടകം കാണുന്നു. നിങ്ങൾ ഓടുന്നു, അന്നേരം കാണുന്നില്ല, ഞാൻ നടക്കുമ്പോൾ കാണുന്നു. സാവധാനം ഞാൻ വീക്ഷിച്ചു കൊണ്ട് നടക്കുക. അല്ല പൊടിപടലങ്ങളൊക്കെ എനിക്ക് കാണാം. നിങ്ങളുടെ സ്പീഡിൽ ഇങ്ങനെ ഓടുമ്പോൾ നിങ്ങളിത് കാണില്ല എന്ന്. അങ്ങനെ ഒരു 4-5 ചോദ്യം ചോദിച്ചു. പിന്നെ പറഞ്ഞ് ഓരോരുത്തരും മാറിനോട് പറഞ്ഞ് എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം, ഞാളെ പിന്നെ എല്ലാം ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ ധാരാളം സ്ഥലത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പലരും. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോയും ചെയ്യും. പിന്നെ അങ്ങനെ നോവൽ അങ്ങനെയൊക്കെ എഴുതാണ്ടെങ്കിൽ ഒരു ശക്തിനെ മുന്നിൽ നിർത്തിയിട്ട് ചെയ്യാവും. ഇത് ശില്പങ്ങളും ഇങ്ങനെ കഥകളൊക്കെ എന്നത് തോന്നിച്ചു തരിക, നമ്മളെ മനസ്സിൽ തോന്നിച്ചു തരിക. അപ്പം നിങ്ങളിപ്പം ഉദ്ദേശം പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സ് ഫ്രീ ആകാത്തൊരവസ്ഥയുണ്ട്. ഒരു കെട്ടുപിടിഞ്ഞ ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും നിങ്ങളെ. തമ്മാമിൽ അടുത്ത ആളുകളായിട്ട് ചെറുങ്ങനെ ഒരു ചെറിയ വിധത്തിലുള്ള അലസത ഉണ്ടാവും. ഇപ്പോഴത്തെ നിങ്ങളെ അവസ്ഥ കാണിക്കുന്നതാണ്. അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കാണാനാവും. പേരെന്തായിരുന്നു? ശശിധരൻ. ശശിധരൻ. ഇവിടെ മുമ്പ് വന്നിരുന്നോ? 5 പ്രാവശ്യം. കൈക്കോ കഴുത്തിൻ്റെ വേദന ഉണ്ടാവാറുണ്ടോ? ഇല്ല അല്ലേ? മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. പ്രത്യേക ഒരു ലൈനിലാണ് കാണുന്നത്. മുമ്പിൽ ഒരു ചതുരം കാണിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സ് തോന്നിച്ചിരുന്നാണ്. ശിവപാർവതിമാരെ കാണുന്നുണ്ട്, ഗണപതിനെ കാണുന്നുണ്ട് സൈഡിലായിട്ട്. അപ്പോൾ അത് ഗണപതിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഒരു ഭാഗത്ത് ഗണപതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരാളെ നോക്കുന്ന അവസരം ദൈവാധീനുണ്ടോയെന്നാണ് നോക്കേണ്ടത്. അത് നന്നായിട്ടുണ്ട്. ഉച്ചത്തിൽ ഗണപതി നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഗണപതി മുമ്പിൽ നിൽക്കുന്ന തടസ്സം ഒഴിവായി കിട്ടുന്ന. പക്ഷേ ഒരു നിങ്ങൾക്ക് എന്താ പറയുക, ചിന്തയിൽ നിടയ്ക്ക് കെട്ടുപണി ചിന്ത ഇടയ്ക്ക് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഒരു 10 മിനിറ്റ് വരെ 15 മിനിറ്റ് വരെ ഒന്ന് ഫ്രീ ആയിരിക്കണം. ഒന്നുമില്ലാണ്ട് മനസ്സിൻ്റെ ഒന്നുമില്ലാണ്ട് ഇട്ടേക്കുക. അതാ കാണിക്കുന്നു. താളം പിടിക്കാറുണ്ട് ഇരിക്കും. മറ്റേ കൈ കൊണ്ട് കാലുണ്ടോ? ഇല്ല അല്ലേ? വീട്ടിലാരും കണ്ടോ താളം പിടിക്കുന്ന ആള്? വീട്ടിൽ ഇല്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം പാട്ടൊക്കെ പാടും. ചെറിയ പാട്ടൊക്കെ പാട്ട് പാടുന്ന മനസ്സുകൊണ്ട് താളം പിടിക്കുന്ന ആള്. അത് ഇങ്ങനെ ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പാടുന്ന ആളുകളൊക്കെ ഉള്ളിൽ താളം പിടിക്കും. ഇല്ല, ഇപ്പോൾ ഒരാൾ വരുമ്പോൾ അവിടെ അറിയാണ്ട് പിടിച്ചു വരും. അതുപോലെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാണ്ട് ചില സംഗതികളുണ്ടെന്നാ കാണുന്നത് കേട്ടോ. പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് കിടക്കുന്നത്. തിരക്ക് പിടിച്ച സമയം മുമ്പിൽ വരാൻ പോകുന്നത്. തിരക്ക് പിടിച്ച സമയം വരാൻ പോകുന്നുണ്ട്. എടുക്കുന്ന ജോലിയിൽ വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ചെയ്യൂ. അതിൽ അലസത കാണിക്കുന്നില്ല കേട്ടോ. അതിൽ മനസ്സ് നല്ലോണം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടായി പോകുന്നത്. വേറെ ആളെ അങ്ങനെ ഇട്ടെടുക്കുന്നില്ല. വളരെ നോക്കിയിട്ട് അതിൽ മാത്രം ചുറ്റുപാട് എന്തോ നോക്കില്ല ചെയ്യുന്ന പണിയിൽ. ചുറ്റുപാട് എന്താ ചെയ്യുന്ന, ആരാ ചെയ്യുന്നതെന്ന് നോക്കില്ല. അങ്ങനെയല്ലേ അല്ലേ? ആര് വിളിച്ചാലും ശരി ആ ശ്രദ്ധിക്കില്ല. എന്നാ ഇപ്പോൾ ചെയ്ത പണി അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്താ ചെയ്യുന്നത്? ഒരു ഫാന്, വലിയൊരു ഫാന്, അത് എല്ലാ സ്ഥലത്തെയും തിരിയാൻ വിധത്തിൽ തിരിച്ച് റെഡിയാക്കിയാണ് നടക്കുന്നത്. ഒരു വലിയ ഫാനല്ലേ? അപ്പം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇവിടെ സിഗ്നൽ വന്നിട്ട് പറയാ, മറ്റല്ലാണ്ട് പറയാനാകില്ലല്ലോ. വലിയൊരു ഫാന് കേട്ടോ, അത് കറങ്ങാണ്ട് നിൽക്കുക. നിങ്ങളെ തിരിച്ച് റെഡിയാക്കിയിട്ട് എല്ലാ സ്ഥലത്തും കാറ്റ് കിട്ടണം. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹവും കാണിക്കുന്നുണ്ട്. ഒരു വിവരം, പ്രധാനപ്പെട്ട വിവരം അറിയാൻ കാത്തിരിക്കുന്നതാണ് കേട്ടോ. ഫോണ് കാണുന്നത്, ഫോണ് മുന്നിൽ വെച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ, 1-2 സംഗതി അറിയാനുണ്ട്. അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ
പിന്നെ അനുജത്തിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പിൽ വന്നിരുന്നു. ആ അവർക്ക് 55 വയസ്സെങ്ങാനായി. ആ ലേഡി സംസാരിക്കില്ല, പിന്നെ പാരലൈസ്ഡ് പോലെയാണ് ആ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഡാനിയലിൻ്റെ സിസ്റ്റർ. അപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു. ഉം. അപ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തായി ഗുരുവോട് സംസാരിച്ചനോ, എൻ്റെ സിസ്റ്റർക്ക് സുഖമാവുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിലിടയ്ക്ക് ഇയാളുടെ അമ്മ വീണ് പിന്നെ കാലൊക്കെ ഒടിഞ്ഞ് ഇപ്പം ഒരുവിധം നടക്കാൻ തുടങ്ങി. നമുക്ക് 90 വയസ്സായിട്ടുണ്ട്. 90 വയസ്സുണ്ട് നമുക്ക്. 90 വയസ്സ്. അതിനെപ്പറ്റി അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. സ്വാമിയെ കണ്ടു, ഞാൻ നാട്ടിൽ വന്നെന്ന് ആ അതാ ഫോണ് കാണിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടിയാണ് ഇപ്പം വന്നതിൻ്റെ ഉദ്ദേശം. അതെ അതെ. പിന്നെ കേക്ക് എപ്പോൾ പറഞ്ഞാലും ഞാൻ റെഡിയാണ്. എന്നോട് ചോദിച്ചു വരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ വരും. ഞാൻ രാത്രി വിളിച്ചത് ഞാൻ സ്വാമിയുടെ അടുത്ത് നാളെ ഫോണിൽ വരുന്നു. ആ ഞാൻ വരുന്നു. അതെ എൻ്റെ സമയമാണ് അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നോവൽ എഴുതിയതിൽ ഇപ്പോൾ 18 ചാപ്റ്ററായി. അതിനകത്ത് എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ്. 1979 ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ സംഗതി മുകളിൽ നിന്ന് എന്നെ തന്നെ കാണും ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ അവിടുന്ന് കുറച്ചും കൂടി മുകളിലോട്ട് പോയി. പിന്നെ എനിക്ക് അവിടെ ദുബായിലെ പച്ചപ്പുല്ലും ചെറിയ ചെറിയ ഈ എന്താ പറയുക മണൽ സ്ഥലമാണല്ലോ. അവിടെയുള്ള ഡെസേർട്ടിലുള്ള ചെറിയ പുല്ലും കാര്യമൊക്കെ കാണാം. മുകളിൽ നിന്ന് വളരെ മൈക്രോസ്കോപ്പ് പോലെ അടുത്തുനിന്നും കാണാം, ദൂരെ നിന്നും കാണാം, കടൽ കാണാം. അങ്ങനെ ഞാൻ കുറേ അങ്ങോട്ട് എത്തി. അപ്പോൾ പിന്നെ ഞാനൊരു ടണലാണ്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ എന്നോട് അവിടുന്ന് എനിക്ക് കേൾക്കാം, എനിക്ക് ഫീൽ ചെയ്യാം, കേൾക്കാം. ബോഡിയെല്ലാം തടുത്തിട്ടല്ല, എനിക്കത് ഫീൽ ചെയ്യാം. എന്നോട് പറഞ്ഞു, നീ തിരിച്ചു പോകും. അപ്പം ഞാനും പറയുന്നുണ്ട്, ഞാൻ ഒരു പുനർജന്മം. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ റെഡിയല്ല, എനിക്ക് കല്യാണം കഴിക്കണം, എൻ്റെ സിസ്റ്റർ കല്യാണം കഴിപ്പിക്കണം, എൻ്റെ പേരൻസിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വേലായത്തോടെന്ന് പറയുന്നുണ്ട്. അപ്പം നിൻ്റെ സമയമായിട്ടില്ല, നീ തിരിച്ചു പോകും. എന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ചെയ്യാനുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജിലൂടെ ഞാൻ തിരിച്ചു. അപ്പൊ ഇന്ന് അന്നത്തെ നിങ്ങളെ ഉള്ളിലുള്ള ആളല്ല ഇപ്പോൾ ഉള്ളത്? ആളല്ല. അത് 45 കൊല്ലം മുമ്പേ, ഇതെന്താ കൊല്ലം മുമ്പേ ഇയാള് മരണം സംഭവിച്ചിരിക്കും. ഇതിനുള്ളിൽ കാര്യം വേറെ ആളാ, ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാളെ ആത്മാവുള്ള കാര്യം. എൻ്റെ ജാതകത്തില് ഓലയിലെ ജാതകത്തില് 42ാമത്തെ വയസ്സിൽ വിഷം കഴിച്ചിട്ടോ പാമ്പ് കടിച്ചിട്ടോ മരിക്കേണ്ട. 42 വയസ്സിൽ എല്ലാവരും പറയും, പിന്നെ പറയില്ല. അപ്പോൾ ഞാൻ എന്ത് അറിയാം, ഈ പണ്ട് സൂത്രപ്പണി ഒപ്പിച്ചായിരുന്നു. ഈ മരണം സംഭവിക്കും ഉറപ്പാണ് 42ാം വയസ്സിൽ. 38 വയസ്സിൽ കടുത്ത വ്രതങ്ങൾ എടുക്കുകയും വൈകുന്നേരം ആ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്പൂരിക്ക് ദക്ഷിണ കൊടുക്കുകയും പോരും. ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം കടുത്ത പ്രാർത്ഥന. അപ്പം ഈ സംഭവം ആ റെഡി സമയത്ത് 41 വയസ്സ് 3 മാസം പാമ്പ് കടിക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ കടിച്ച് കയറിക്കാണ് ഇവിടെ മൂർക്കാൻ. ആ റെഡി ടൈമിൽ, ജാതകത്തിലെ ആ റെഡി ടൈമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഒറ്റ പ്രാർത്ഥന കൈ വെച്ചിട്ടോ. എനിക്കറിയാം ഇവിടെ ടൈമായതല്ലേ ഭഗവാനെ, കുട്ടികൾ കുറച്ചും കൂടി വളരുന്ന എന്നെ ഭൂമിയിലിടണം. എനിക്ക് കുറച്ചും കൂടി ചെയ്ത് തീർക്കാണ്ട് ആഗ്രഹങ്ങൾ. അവർ കഷ്ടപ്പെട്ടു, അവർ ലെവലിലെത്തി തിരിഞ്ഞ് വിളിച്ചോ. പിന്നെ ഞാൻ സേവനം സൗജന്യമായിട്ട് സമൂഹത്തിന് ചെയ്യും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നു. അന്നൊരു ശപഥം ചെയ്യും, കൈയെത്തി ശ്വാസം അടങ്ങുന്നതിന് മുമ്പായിട്ട്. മെഡിക്കൽ കോളേജിലെത്തി രക്തം ഛർദ്ദിച്ച് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർ പറഞ്ഞ് പോക്കാന്ന്. 12,000 റുപ്യന് മരുന്ന് അവിടെ കയറ്റി തന്നേരം. പിന്നെ ഡോക്ടർ അന്ന് വൈകുന്നേരം 6 മണി സമയം തന്നെ 6 മണിക്കും ഓക്സിജൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടർ വന്ന് രാത്രി 2 മണിയാകുമ്പോഴേക്കും വീട്ടിൽ കൊണ്ടുപോകാം. അതിലാദ്യം നിൽക്കില്ല, ഇതൊക്കെ ഒന്ന് ഓഫായി പോയാണ്. 2 മണി ഞാൻ പ്രാർത്ഥനയല്ല. ഈ 2 മണി സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അറിയാണ്ട് മൂത്രം ഒഴിച്ച് ജീവൻ പോകുന്ന സമയത്താണ് മൂത്രം ഒഴിച്ചുക. അപ്പം ഞാനിങ്ങനെ വായുവിലേക്ക് പോകുന്നത് കാണുന്നു. വായുവിലിങ്ങനെ പോയി കുറേ കിലോമീറ്ററോളം പോയതിന് ശേഷം അപാര വെളിച്ചമുള്ള സ്ഥലം, ഈ നിലാവെളിച്ചുള്ള സ്ഥലം, കാറിൽ ചുരത്തിൽ കൂടി പോകുമ്പോൾ അങ്ങനെ കാണുക. അങ്ങനെ കാലാവസ്ഥ അടിയിൽ കാണുന്നുണ്ട് സാധനങ്ങൾ. അങ്ങനെ ഞാൻ പ്രകാശമയത്തിൽ കുടുങ്ങി അങ്ങോട്ട് പോകാനാണില്ല. അതുപോലെ തന്നെ അപാര തേജ് വെളിച്ചം കണ്ട്. അപ്പോൾ കൈലാസാന്നത്. പിന്നെ തിരിച്ച് വരുമ്പോൾ പഴയ സ്ഥലങ്ങൾ കാണുക. കണ്ട് നിങ്ങൾ പറഞ്ഞൊരവസ്ഥ, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പിന്നെ എത്തി കനം കുറഞ്ഞൊരു വായുവിൽ കൊടുക്കും. അപ്പോൾ പല വിചിത്ര ജീവികളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പാർത്ത് നോക്കുന്നു. ഞാൻ അടുത്ത് നോക്കി പാർത്ത് നോക്കുന്നു. ഒരു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പോയി കേള.
ഇങ്ങനെ വന്ന് ബിൽഡിങ്ങിൻ്റെ മോൾ ഭാഗമായിട്ട് നീങ്ങി ഷട്ടർ നീങ്ങുമ്പോൾ ഇന്നെ കിടക്ക് ഇങ്ങനെ ബെഡൊക്കെ എടുത്തിട്ടിരിക്കും. അപ്പോൾ ഒരു ആളെ കിടത്തിട്ടില്ലേ കട്ടിലിൻ്റെ മുകളിൽ. അതാരാ? അന്നേരം ഇവിടെ മനസ്സെന്ന് പറയാം, ആ നീ തന്നെയാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ടക്കെന്നാണ് നീ വന്ന് വീണ്. പിന്നെ ചെവിയിൽ ശബ്ദം ടട്ടട്ടട്ടെന്ന്. ഞാൻ വിചാരിച്ചു എന്തെന്നാ ശബ്ദം കഴിഞ്ഞത്. അപ്പം 3:30 രാവിലെ. അപ്പോൾ ഈ വണ്ടി ഒന്തിക്കൊണ്ടുപോയ ശബ്ദം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ വണ്ടി അങ്ങനെ പോകുന്നില്ലേ, 3:30-4 മണി ഞാനാന്ന്. ഞാൻ പാമ്പ് കടിച്ചിട്ട് ആസ്പത്രിയിലാണ്, വണ്ടി ഉണ്ട് ഇത് കൊണ്ടുവന്ന രസമാണ് കാണുന്നത് തോന്നി. അപ്പോൾ രാവിലെ ആയി നോക്കുമ്പോൾ ഒരു കൈയും കണ്ണ് ഇളകുന്നു, ഒരു കാല് തീരെ ഇളകുന്നു. അപ്പം ഡോക്ടറൊക്കെ നോക്കി, ഡോക്ടർ അന്ന് വലിയ വിശ്വാസമല്ല, ഇത് ട്യൂബൊക്കെ ഇട്ടല്ലേ. ഡോക്ടർ പറഞ്ഞ് ഇയാളെത്തി ആരും പോകരുത്, വെള്ളം കൊടുക്കേണ്ട ക്രമമൊക്കെ ട്യൂബ് കൂടെ കൊടുക്കാൻ പറഞ്ഞു. മൂക്കിനും വായിലൊക്കെ ട്യൂബാ. വിശ്വാസമില്ല. 5-ാമത്തെ ദിവസം പ്രൊഫസർ വന്നൊക്കെ നോക്കി, നിങ്ങൾ മരിക്കില്ല കേട്ടോ, രക്ഷപ്പെട്ടുന്നാണ്. അപ്പം മരിക്കാൻ നേരത്തെ ഒരു മനുഷ്യന് ഇതാ നിങ്ങൾ പോയിന്റ് എഴുതിയിൽ കണ്ടിട്ടോ, മരിക്കാൻ നേരത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ അറിയോ, എല്ലാവരും വെറുക്കപ്പെടും, സുഹൃത്തുക്കളെ വിടും. ആദ്യം കൃഷിഭൂമികൾ സുഹൃത്തുക്കളെയൊക്കെ വിട്ട് പിന്നെ ഭാര്യയും കുട്ടികളെയും വെറുക്കും. എന്താ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഇവരൊന്നും ഇല്ലല്ലോ, എല്ലാം വിട്ടിട്ട് പോവുക, അഗാധത്തിൽ പോയിക്കൊടുക്കുക. ആ സമയത്ത് എല്ലാവരെയും വെറുക്കുക. ഇവൻ പോകുന്ന നേരത്ത് പിന്നെ പ്രതീക്ഷ തന്നെ എപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പാമ്പടി ഏത് സമയം പോകുന്നത് എനിക്കറിയാം. വായിൽ ട്യൂബ് ഇട്ടോട്ടെ, 42 വയസ്സ് റെഡി കാത്തിരിക്കല്ലേ. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് പ്രൊഫസർ വന്നത്. അപ്പം ഞാനിങ്ങനെ വഴിപാട് അരിച്ചിട്ടോ, എൻ്റെ മക്കളൊരു വഴിക്കാകുകയും എനിക്ക് സമൂഹത്തിന് വേണ്ടി കണ്ട സേവനങ്ങൾ ചെയ്യുകയും ഇതൊക്കെ ചെയ്ത് കിട്ടിയാൽ ഭഗവാൻ അത്രയും വേണ്ടി ഞാൻ നിർത്തി തരണം. അപ്പം പരമശിവനെ കാണുന്നു, നാഗമല്ലാണ്ട് എൻ്റെ മുമ്പിൽ ഇത് ഇരട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അന്നേരം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഈ കുറച്ചും കൂടി സമയം തരണേ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് വെച്ച്. അപ്പോൾ അന്ന് 5-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് മരണം ഇപ്പം ഇല്ല കേട്ടോ, ഇതിലില്ല, അതിൻ്റെ സമയം കഴിഞ്ഞ് ശരീരം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് വെച്ച്. അപ്പം ഇവിടെ നീര് വന്ന് തടിച്ച് ഈ കാല് വണ്ണായി. ഒരാഴ്ച വീട്ടിൽ പോയി വിശ്രമിക്കണമെന്നാണ്. വീട്ടിൽ വന്ന് ഒരു വെള്ളിയാഴ്ച പാമ്പ് കടിക്കുന്നു. ജ്യോത്സ്യൻ സൂയിപ്പായി വെള്ളിയാഴ്ച. അപ്പോൾ അവർ ഭാര്യയും ഏട്ടൻ്റെ മോനും കൂടി ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നു, ജാതകം കൊണ്ട് ഓലയിൽ എഴുതിയ കബഡി വെച്ചിട്ട് 4-ാമത്തെ ആളാണ്. ജ്യോത്സ്യൻ സൂയിപ്പായി. കബഡിയിൽ ആളില്ല, ജാതകത്തിൽ ജയിച്ചിരിപ്പില്ല ആള്, കബഡിയിലില്ല ജയിച്ചിരിപ്പില്ല. അപ്പോൾ ഇത് ശനിയാഴ്ച പോകുന്നു. അപ്പോൾ ഇയാളുടെ ചോദ്യം ഏതല്ല ചോദ്യം, ഈ പാമ്പ് കടിച്ച ആള് ഇയാൾ ആരാ? ഭാര്യ. നിങ്ങളോ? ഏട്ടൻ്റെ മോൻ. ഇപ്പം പാമ്പ് കടിച്ച ആളെ ഭാര്യ വരുമോ? വരില്ല. ഏട്ടൻ്റെ മോനും വരില്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ എങ്ങനാന്ന് ജ്യോത്സ്യം ചോദിക്കും, ഇപ്പോൾ എങ്ങനാന്ന് ഏടെയില്ലാത്ത ചോദ്യം. ഇപ്പം വെള്ളമൊക്കെ കൊടുത്ത് പോകുന്നതാണ്. പിന്നെ ഇയാൾ അടിച്ച് മിന്നിച്ച് ഇയാളെ ഭൂമിയിൽ അവധി കഴിഞ്ഞ വെള്ളിയാഴ്ച മതി, ഈ വെള്ളിയാഴ്ച വരെയുള്ളൂ. ഇന്ന് ശനിയാഴ്ച രാവിലെ ചായ കുടിച്ചിട്ടുണ്ടോ, ദീർഘകാലം ജീവിച്ചിരിക്കും. ഇയാളെ ഉള്ളിൽ വേറെ ആൾക്കാർ കുടിക്കുന്നതാണ്, ഒരു യോഗി വന്ന് കുടിക്കുന്നതാണ്. ഇയാളെന്തോ സേവനം ചെയ്യാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു യോഗി ഇയാൾ ഉള്ളിൽ കരുതി. മറ്റേ ആൾ പോയി. പിന്നെ പെൺകുട്ടി പുറചുറ്റം വെച്ച് കരഞ്ഞിക്ക് ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട്, ആ മോള അത് SLCക്ക് പഠിക്കുന്ന അവൾ കരഞ്ഞ് വിളിച്ച് പറഞ്ഞു സന്ധ്യാസമയത്ത്. ഞാൻ വഴിപാടൊക്കെ അതും പറഞ്ഞു ജ്യോത്സ്യൻ അവിടെ കൊണ്ടുവന്ന് ആ ജാതകം ഒരാഴ്ച കൊണ്ട് പൊടിയായിപ്പോയി, പൊടിഞ്ഞു പോയി. ഓലയിൽ എഴുതി ജാതകം പൊടിഞ്ഞു പോയി. അപ്പോൾ അതെല്ലാം കിട്ടും ആവശ്യം. ഒപ്പം പിന്നെ എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു, സ്വഭാവത്തിന് പെരുമാറ്റമൊക്കെ മാറ്റം വന്നു. പിന്നെ ഒരു 3-4 മരണം വേറെയും കഴിഞ്ഞു. ഒരു മരത്തിൻ്റെ മുകളിൽ വാക്കത്തി കഴിച്ചിട്ട് പോയി താഴെ നിൽക്കുമ്പോൾ. പിന്നെ ഇടിവെട്ടി, പിന്നെ ലൈനും ഷോക്ക് അടിച്ച്. പക്ഷേ ലൈനിൽ കമ്പിയുണ്ട്. ഇങ്ങനെ ഞാനൊരു ചക്ക ചെയ്യുന്ന സമയത്ത് ഇതിന് ചാടി പിടിച്ചാലും അപ്പോൾ അവിടെ ഇത് കത്തുക, പിടുത്തം അറിയാണ്ട് വിട്ട് എല്ലാവരും പാഞ്ഞു വരുന്നു. പിടുത്തം വിട്ട് ഇതോടെ ഒന്ന് ഷോക്ക് അടിച്ച് കമ്പി അതിന് മുകളിൽ കുടുങ്ങിയിട്ട് മുറിഞ്ഞ താഴെ വീണ്. കൈക്ക് ഇരട്ടി ഷോക്ക് അടിച്ച് ഞാൻ ഒഴിഞ്ഞൊക്കെ ശരിയാക്കി മനസ്സിലൊക്കെ റെഡിയാക്കി ഞാൻ പോരും ചെയ്തു. അങ്ങനെ 2-3 മരണം വേറെ നടന്നെങ്കിൽ. പിന്നെ മൂർക്കാൻ തലയിലെടുത്തുകൊണ്ട് വന്ന് കെട്ടിനുള്ള മൂർക്കാൻ ഇടാൻ പറ്റി, കരിനാഗോ തലയിൽ ചൂട് കൊണ്ടുവന്ന് തിണ്ട കൊണ്ട് വെച്ച് മുറ്റത്ത് വെച്ച്. അന്നേരം 10-20 വയസ്സേ ഉള്ളൂ. മരണം പയ്യെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഏട്ടൻ്റെ മുമ്പ് തന്നെ ആപ്പാ ഒരു പാമ്പ് നിങ്ങൾ കൊണ്ടുവച്ച് കെട്ടുന്ന കഴിഞ്ഞു പോകുന്നതാണ്. തല ദിവസം കൊണ്ടുവന്ന് വെച്ചതാണ്.
നോക്കുമ്പോൾ ഇത്ര നീട്ടുള്ളൂ കരിമൂർക്കൻ. ആ തിണ്ടിനുള്ളിൽ ഞാൻ അടിച്ചു പോയി നോക്കും പടം വലിപ്പം ചീറ്റി കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തലയെടുത്തിട്ട് 1/2 കിലോമീറ്റർ ദൂരെ. അങ്ങനെ മരണം മുഖാമുഖം 4-5 എണ്ണം കഴിഞ്ഞാൽ ഇനി ഇപ്പം ഇല്ലാന്നാണ് കാണുന്നത്. മരണത്തെ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്ന. ഇനിയിപ്പോൾ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ സഞ്ചാരിയായിട്ട് പോവാം എല്ലാ സ്ഥലത്തും. അങ്ങനെ ആ അനുഭവത്തിന് ശേഷം ഞാൻ തന്നെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് എന്താ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അത് പുനർജന്മം തന്നെ. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പുനർജന്മ. നിങ്ങളതിൽ വിശ്വസിക്കണം. നിങ്ങൾ ഒരു സമയം കഴിഞ്ഞു വരും. പിന്നെ രണ്ടാമത്തെ ആൾ എഴുതിയതാണ് നിങ്ങളിപ്പോൾ ഇതിൽ ഇറങ്ങിയത്. ആദ്യത്തെ ആൾ സ്വഭാവമല്ല. അങ്ങനെ രണ്ടാമത് ജന്മം വരുന്നുണ്ട് ഭൂമിയിൽ തന്നെ. ഞാൻ പറഞ്ഞിരിക്കണം നമ്മളെ ഒന്ന് ഇവരെ വിളിച്ചു ഡാനിയലിനാ സ്വാമി. അയാള് നിങ്ങള് അതായത് സ്വാമി പറഞ്ഞതാണ് അതൊന്നും ഒരു വിഷയമില്ല. യു ടു കോൾ ഇൻ ഓൺ വാട്സപ്പ് അല്ല. ഒരു മിനിറ്റ്. ഡാനിയൽ നമ്പറിൻ്റെ അകത്ത് എന്തോന്ന് അറിയില്ല. അതാണ് വീടാ രോഗാവസ്ഥേനെ മാറ്റാനുള്ള പണിയാണ് കേട്ടോ. തുടങ്ങുമ്പോൾ നിങ്ങളോട് പറയുക. അപ്പം ഞാനൊരു സെക്കൻഡ് ഇവിടെ എടുക്കും. കുറച്ച് തുളസിയില ലേശം ഭസ്മം എടുത്തിട്ട് ഇതാണ് ആവശ്യത്തിന് ചങ്ങായി. ഇതെനിക്ക് ഇനി പറയും. പിന്നെ ഇതെനി വൈകുന്നേരം കോളിങ് ഇതാ വിളിക്കുന്നില്ല. അല്ല ഇത് മറ്റേ ഹലോ 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 അതുപോലെ സ്വാമിനെ റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡിങ് കട്ടാവുന്നില്ല ഇപ്പോൾ. അത് റെക്കോർഡ് ചെയ്യുന്നു. അതിപ്പോ അതിന്റെ ആ കോൾ ഇങ്ങോട്ട് വിളിച്ചില്ല. കട്ടാവുന്നില്ല. ഇങ്ങോട്ട് എന്റെ ഫോണ് നിങ്ങളെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോണില് എല്ലാരും വിളിച്ചിപ്പോ ഇതെവിടെ ഒന്നുമില്ല. ഒന്നുമില്ല. അത് ഓഫായതാ. അതിന്റെ ഒരു ശക്തി അവിടെ ഉണ്ട് കേട്ടോ. ഈ ഇലക്ട്രോണിക് സാധനം അടക്കം നിൽക്കും. ഇലക്ട്രോണിക് സാധനം അടക്കം ഓഫാകും. കാലാവസ്ഥ ഹലോ 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 I'm good, Mr. Daniel, good. I'm here with Swamiji, with Guruji. So here is Guru. Can you see him? Hello. Hello, Varagante. ഹലോ. Yes. Yeah. Yes. Hello. Yeah. He doesn't speak our English, but he can see you. Hello. How are you? He's good. അതെ അതെ. He's saying he's good. Thank you. He's saying good. Yeah. He's waving at you. Are you praying for me? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോന്നാ? ഓ ശരി. Yes, yes, yes. He's saying yes. Thank you. Yeah, we spoke about your sister and your mother. Oh,
Oh, yes, good news. എന്തെങ്കിലും പറയാനുണ്ടോ സിസ്റ്ററെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഭാര്യനെ പറ്റിയിട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ? അതിൻ്റെ പേരെന്ത്? ഭാര്യൻ്റെ വാട്ട് ഈസ് യുവർ വൈഫ്സ് നെയിം? സോറി യുവർ My wife, no sorry your mother's name, sorry. my mother's name is Samira. Samira. സമീറ എത്ര വയസ്സുണ്ട്? Samira, S-A-M-I-R-A. Yeah, what is her age now? Her age is 92. 92. 92 വയസ്സ്. ഒരു കുറച്ച് ബുദ്ധിമുട്ടല്ല അത് ഈ അർദ്ധ ശീർഷാസനത്തിൽ നിൽക്കുമ്പോൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ശാരീരികമായിട്ട്. അതിപ്പോ കാലിന്റെ വീണിട്ട് കാലൊക്കെ ഒടിഞ്ഞ് ഇപ്പൊ അതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രയാസം അനുഭവിച്ച് സമ്പത്തിൻ്റെ അല്ലാണ് കേട്ടോ, ഒരു നിത്യ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരാളൊരു അർദ്ധ ശീർഷാസനത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. what he is saying is she is suffering because of some sickness or some sort of illness. Otherwise she is financially good, nothing to worry. ശിവനെ പ്രാർത്ഥിക്കാൻ പറയാം. പ്രാർത്ഥിക്കണം. Yeah, so he asked you to continue praying for her in your way, in your style, whatever. Yeah. Keep praying for my mother. Is she going to be healed soon? നമുക്ക് സുഖാവും. ഓ സുഖാവും. Yes, she will be cured. Yeah. ഗുരുവായൂരപ്പൻ ഫോട്ടോ ഉണ്ടോ അവിടെ? ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ട്. Tell him, Yeah. please, Yeah. what we agreed upon earlier, Yeah. that if my sister gets cured, I'm personally going to come to India and say hello to him Yeah. and support the poor people Yeah. to the value of $10,000. Yeah, okay. So what ഇപ്പോൾ ഇയാളെന്ന് പറയുന്നത് വെച്ചാൽ സിസ്റ്ററും ക്യൂർ ആയിട്ട് സുഖമായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നേരിട്ട് കാണാൻ വരും. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട്, ആൾക്കാർക്കുള്ള സേവനം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു. പോകുന്ന സമയത്ത് നിങ്ങൾ പേരും എല്ലാം എനിക്ക് തരണം. ശരി, അത് ഞാൻ അത് വെച്ച് പണിയെടുത്തോളൂ. Okay. What he's saying is before we leave, we give your name, number and everything to him. Sister's name also. Yeah, business name, whatever. Sister's name. Yeah, sister's name. What is your sister's name, by the way? My sister's name is Hannah. Hannah. H-A-N-N-A. Yeah, Hannah, yeah. So Hannah and the sister very. How old is she? 50? No, my sister is exactly 60 years old. Yeah, 60. Yeah. 60 വയസ്സുള്ള സിസ്റ്ററിന് സുഖമില്ലാതെ കിടക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്, 55 വയസ്സായിട്ട്. അതിന് എഴുതി തരാം നിങ്ങൾക്ക്. So we'll write her name, number and all, give Swami before we leave. He will do the special prayers again. Okay. And did he say she's going to be healed? സിസ്റ്റർ സുഖാവുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? സിസ്റ്റർ സിസ്റ്ററുടെ പേരെന്തായിരുന്നു? ഹെന. എത്ര വയസ്സുണ്ടാവും? 60. രഹന. ഇവർക്ക് നെഞ്ച് വേദന അങ്ങനത്തെ അവസ്ഥ കാണിക്കുന്നുണ്ട് അല്ലേ? Does she have chest pain? No. She remember Hello? Mr. Sashi, Yeah, I know. the way she is. Yeah, I know her state now. But Swami is asking, Guru is asking if she has any chest pain at all. Not to my understanding. I don't know. She just recently had a kidney operation. Okay. ഒരു കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞു. അതാണ് They took കാണിക്കുന്നത്. the stones out. ഓക്കെ, കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റോൺസ് പുറത്തെടുത്തു. കല്ലുണ്ട് കല്ലുണ്ട്. ഇതെന്താ നോർമൽ ആക്കി കൊണ്ടുവരാനാവും. ഓക്കെ. എല്ലാവരും ശാന്തമായിട്ട് കൊണ്ടുവരാനാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വയറ് ചെറിയ കൊണ്ട് മൺകോയർ റൊട്ടി ഇപ്പം ഇവിടെ പറഞ്ഞാൽ നോർമലായി അങ്ങനെ പരാജയപ്പെട്ടല്ലേ, നോർമലായ ഭക്ഷണം കഴിക്കും, പ്രാർത്ഥിക്കും ചെയ്തോളി. ഇപ്പോൾ അസുഖമൊന്നുമില്ല. ഇനി മുന്നോട്ട് കട്ടിയുള്ള സാധനങ്ങൾ കഴിക്കേണ്ട, സുഖമായിട്ട് പ്രാർത്ഥന പോയിക്കാണ്. 60 വയസ്സുണ്ടല്ലോ. Okay. So what you're saying is to continue having good food, rest, and that will be the best way to do. Keep on praying. Continuous prayer for her from your end also is required. That's what Swami says. Okay. Yeah. Okay, good. But did he say there's going to be potential healing? ഇത് സുഖപ്പെടുവോന്നാ? ഓ Yes. He says yes, positive. ഒരു 80-90% മാറ്റം വരുത്താം. I want to come and meet him in India. Yeah, I already told him. 90%. Yeah, 90% cure will be done. That's what he's saying. Okay. Oh, good. All right. Okay then. You want to say? Can I ask you something? Yeah. Is that going to happen
രണ്ടു ദിവസം കൊണ്ടെങ്ങാനും സുഖമാവുമല്ലോ. എല്ലാ ദിവസവും ഒരു മാറ്റങ്ങൾ വരുത്തിയ പിന്നെ സാവധാനം ഘട്ടം ഘട്ടമായിട്ട് ഇതായിക്കൊണ്ട് He's saying changes will be observed, will be seen soon, but it will take a little time. Okay. Yeah. Okay, no problem. Okay. Okay. So you want to say, Thank you very much. yeah, you just say namaste to him and he will understand. വണ്ടിയിലാണ് ഓടിക്കൊണ്ടിരിക്കുക. Just please thank him very much. Yeah. ഓടി Could you ask him, please, whilst we're on the phone together, to pray for me now over the phone? Yeah. നിങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഇയാൾക്ക് വേണ്ടിയിട്ട്. എന്താ സംശയം? Yes. He's saying, why doubt about it? He will pray. It's all done. പ്രാർത്ഥിക്ക. Okay. He's giving you. He's saying, yeah. All good. Thank you, Isaac. And would you say hi and thanks to നിങ്ങള് KK? പേരെഴുത്ത മതി. എന്താ നമ്മൾ കർമ്മത്തിൽ ചെയ്തോളാം കേട്ടോ. സ്വാമി ആരും ഒരാൾ എത്തി നോക്കി സ്വാമി കുറച്ച് സമയം എടുക്കുന്നു പറയുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ ഒരാളിരിക്കും. ഏതൊരാളുടെ വന്നിട്ട് കുറച്ച് നേരം എത്തി നോക്കിയിട്ടില്ല പോയി ആയിക്കോട്ടെ. കാൻഡിഡേറ്റ് കുറച്ച് പ്രായമുള്ള ഒരാളാണ് എന്തായാലും ഒരു മണിക്കൂർ തന്നെ എടുക്കും ആയിക്കോട്ടെ. പണിയുണ്ട് സ്വാമിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡാനിയൽ ഐസക് ഇന്നലത്തെ രസം എന്താ അറിയാം? ആ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങൾ വിളിച്ച് ആരും ശ്രദ്ധിക്കാൻ പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല, അങ്ങനെ വിളിച്ചു. ഇതാണല്ലേ? ഇംഗ്ലീഷിലേക്കാണ്. പക്ഷേ നമുക്ക് വായിക്കാം. ഓ ഇത് കാരണം ചോദിക്കാനുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കാം. റൈറ്റ് ഇത് ഓക്കെ. പ്ലീസ്